പ്രിയ വിശ്വാസികളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഫലവത്തായി ഭവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം എല്ലാം. ഏത് കാര്യവും വിജയകരമായി പൂർത്തീകരിക്കാൻ അതിലുള്ള നന്മ മനസ്സിലാക്കി ചെയ്യാൻ ഉതകുന്ന ചെറിയ അറിവുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജീവിതത്തിൽ നമുക്ക് വിജയം നേടാൻ ഏറ്റവും നല്ല ഉത്തമ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് വിജയത്തിൻ്റെ നിദാനം. വിജയം ലഭിക്കാൻ നമ്മൾക്ക് മഹാന്മാർ നിർദ്ദേശിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റേതായ സമയങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നന്മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സമയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം ഏതാണെന്ന് അറിഞ്ഞ് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയ കൃത്യസമയത്ത് കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിച്ചാൽ എല്ലാ വിഷയങ്ങളിലും വിജയം സുനിശ്ചിതമാണ്. അതിന് ഏത് സമയത്ത് ആണ് ചെയ്യേണ്ടത് എന്ന്, എങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ സമയങ്ങളിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അസ്മാഇൻ്റെ ക്രിയകൾ ചെയ്യുന്ന ഉസ്താദുമാരും അതുപോലെ അത് മനസ്സിലാക്കിയവരുമൊക്കെ ഏത് ക്രിയകളും അതിൻ്റെ സമയത്ത് നിർവഹിച്ചാൽ കൃത്യമായി അത് ഫലവത്താവും എന്നാണ് പണ്ഡിതന്മാർ എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഏത് ക്രിയകളും അതാതിൻ്റെ സാഅത്തുകളിൽ, അതായത് മുഹൂർത്തങ്ങളിൽ ചെയ്യേണ്ടതാകുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങളിൽ തന്നെ ചെയ്താൽ അത് ഫലവത്താണ്. മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഅത്ത്. അറബിയിൽ സാഅത്ത് എന്ന് പറയുന്നതിനെയാണ് മുഹൂർത്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. സാഅത്ത് നിർണയിക്കപ്പെടാത്ത കർമ്മങ്ങൾ ആണെങ്കിൽ ഒരു ഉചിതമായ സമയത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ സാഅത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സാഅത്തുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ദിവസവും ആഴ്ചയിൽ ഓരോരോ ആഴ്ചയിൽ, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ 7 ദിവസങ്ങളിൽ ഓരോന്നിനെയും 12 രാശികളാക്കി തിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഓരോ രാശിയിലും 2 സാഅത്തുകൾ ഉണ്ട്. അങ്ങനെ രാപ്പകലാകെ 24 സാഅത്തുകളാണ് ഉള്ളത്. ഈ 24 സാഅത്തുകളിൽ 7 നക്ഷത്രങ്ങളും മാറി മാറി വരുന്നുണ്ട്. അതായത് ഷംസ്, ഖമർ, മിർരിയഹ്, അത്വാരിദ്, മുഷ്തരി, സഹ്റത്ത്, സുഹൽ എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് 7 നക്ഷത്രങ്ങൾ. ഈ 7 നക്ഷത്രങ്ങളാണ് മാറി മാറി വരുന്നത്. ഈ ഓരോ നക്ഷത്ര സമയങ്ങളിലും സാഅത്തുകളിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ഓരോ ദിവസം ഉദയം മുതൽ അസ്തമയം വരെയും അസ്തമയം മുതൽ ഉദയം വരെയും ഉള്ള ഓരോ സാഅത്തും കൃത്യമായി മണിക്കൂറുകൾ കണക്കാക്കി ആ സാഅത്തുകളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കഴിയും. ഇന്ന് 2025 ജനുവരി 1 ബുധനാഴ്ച. ഇന്നത്തെ പകലിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ 12 സാഅത്തുകളും അതിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത്. ഇന്ന് രാവിലെ 6:45 മുതൽ 7:43 വരെ അത്വാരിദിൻ്റെ സമയമാണ്. ഈ സമയത്ത് സ്നേഹസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. അത് കഴിഞ്ഞാൽ 7:43 മുതൽ 8:40 വരെ ഖമറിൻ്റെ സാഅത്ത് ആണ്. ഇന്നത്തെ ഖമറിൻ്റെ സാഅത്തിൽ ഒരു നല്ല കാര്യത്തിന് യോജിച്ചതല്ല. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും നന്മ കുറഞ്ഞ സമയമാണ് ആ സമയം. അതിനുശേഷം 9:37 മുതൽ 10:34 വരെ മുഷ്തരിയുടെ സമയമാണ്. മുഷ്തരിയുടെ സമയത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഉത്തമമായ സമയമാണ്. 10:34 മുതൽ 11:32 വരെ മിർരിയഹും നേരത്തെ പറഞ്ഞതുപോലെ മോശ സമയമാണ്. 11:32 മുതൽ 12:29 വരെ ഷംസിൻ്റെ സാഅത്ത് അത്ര ഉത്തമമല്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഉതകുന്നതാണ്. 12:39 മുതൽ 1:26 വരെ സുഹ്റ. ആ സമയം വളരെ ഉത്തമ സമയം ആണ്. അതിനുശേഷം 1:26 മുതൽ 2:23 വരെ അത്വാരിദ്.
അത്വാരിതും മോശപ്പെട്ട സമയം ആണ്. 2:23 മുതൽ 3:21 വരെ ഖമർ. ഖമറിൻ്റെ സാഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ഉത്തമമല്ലെങ്കിലും വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. 3:21 മുതൽ 4:18 വരെ സുഹൽ. ആ സമയം മോശപ്പെട്ട സമയമാണ്. 4:18 മുതൽ 5:15 വരെ മുഷ്തരി. മുഷ്തരിയുടെ സമയം എല്ലാ നല്ല കാര്യങ്ങൾക്കും വളരെ അഭികാമ്യമാണ് ഇന്നത്തെ ദിവസം. 5:15 മുതൽ 6:12 വരെ മിർരീഹ്. മിർരീഹ് നല്ല കാര്യങ്ങൾക്ക് ഒന്നും അഭികാമ്യമല്ലാത്ത സമയമാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഏറ്റവും നല്ല സമയവും അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എക്സലൻ്റ് ആയ സമയവും സാധാരണ നോർമലായ സമയം, ഒന്നിനും പറ്റാത്ത സമയം എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ മോശപ്പെട്ട സമയത്ത് ചെയ്താൽ അങ്ങനെ ഓരോന്നും ചെയ്യേണ്ടുന്ന സമയങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി ഒന്നുകൂടെ വിശാലമായി പറയണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും വളരെ കൃത്യമായി അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ വരുന്ന അറിവുകൾ എല്ലാം കരസ്ഥമാക്കി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.